ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 3-4 ദിവസം കഴിഞ്ഞു കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇന്ന് ഞാൻ വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും ചോറ് മിക്കപ്പോഴും വെക്കാറില്ല വീട്ടിലുള്ളപ്പോൾ. അപ്പം അമ്മയില്ലാത്ത ദിവസം എന്താ ചെയ്യുന്നത്, ഞാൻ മിക്കവാറും ചിലപ്പോൾ ചോറ് കഴിക്കാനിരിക്കും ഉച്ചക്കൊക്കെ. അപ്പോൾ ഇന്ന് എന്ന് വെച്ചാൽ ഒത്തിരി നാളായി കൊഴുക്കട്ട. കൊഴുക്കട്ട എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ തേങ്ങ ബെല്ലം ഒക്കെ ചേർത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കൊഴുക്കട്ട. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന കൊഴുക്കട്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കിയിട്ട് ഇവിടെ അനിയത്തിയുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൊടുക്കണം, എനിക്കും കഴിക്കണം. ഇതുണ്ടോ പത്തിരിപ്പൊടി ഇടിയപ്പം അതിൻ്റെ ഒരു പൊടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുഴച്ച് സിമ്പിളായിട്ടുള്ള ആ കൊഴുക്കട്ട എളുപ്പം നമുക്ക് ഉണ്ടാക്കും കേട്ടോ. അതൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊഴുക്കട്ടെ നമ്മളിതെല്ലാം കൂടെ തേങ്ങ, ഉപ്പ്, പഞ്ചസാര, അത് കുഴ തുടങ്ങും. ഈ കുഴവെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും നല്ലതായിട്ട് കുഴച്ച് കിട്ടിയാൽ നമുക്കതിന് ഒരു പ്രത്യേകമായ ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യം, രഘു മാത്രമാണോ പലഹാരങ്ങളും കാര്യങ്ങളും, അതായത് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി പലഹാരങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ അറിയില്ല. കാര്യം ഞാൻ വലിയ അറിവുണ്ടായിട്ട് ചെയ്യുന്നതല്ല. പിന്നെ കുറേ ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വലിയ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ പോരെ. ഓക്കെ, ഇത് നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്, ഇത് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. ചൂടുവെള്ളമൊക്കെ വേണേൽ കുഴക്കാം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴപ്പമുള്ളൂ കേട്ടോ. അല്ലാതെ ഇതുപോലെ കൊഴുക്കട്ടയോ കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പച്ചവെള്ളം തന്നെ. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് മൊത്തം നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വെച്ച് ഈ ഭാഗം മുറിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ മാവ് ഞാൻ ഉരുട്ടി ഇതുപോലെ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ട ഉരുട്ടാം. ഉണ്ട എന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്. കൊഴുക്കട്ട ഉണ്ട ഇത്രയും വലിപ്പം മതി. ഇതുണ്ടോ, ഒരു കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഉരുട്ടി ഉരുട്ടി നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഉണ്ടല്ലോ, വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എത്ര കുഞ്ഞിതാക്കി ചുടാം, വലുതാക്കി ഉരുട്ടാം. ഇതിന് നമുക്ക് ഷേപ്പ് ഒരു വിഷയമല്ല. ഇതിന് പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നല്ല വൃത്തി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലെങ്ത്തിൻ്റെ കാര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉരുട്ടി ഞാൻ ഇതിലാക്കിയിട്ട് പുഴുങ്ങാൻ വെക്കാം. നമ്മുടെ ഉണ്ട ഉരുട്ടി നമ്മൾ ഇത്ര എണ്ണം ഉണ്ട് കേട്ടോ. വലും ചെറുതായതുകൊണ്ടാണ്, ഒരു ലെവലൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പച്ചട്ടി കൊണ്ടേ വെക്കാം. ആദ്യം വെള്ളം തിളക്കാൻ പറ്റാറ്. അപ്പോൾ നമുക്ക് ഉണ്ട ഉരുട്ടിയത് എടുത്ത് വെക്കാവേ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട എന്തായി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ചോണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ മൂടയും തട്ടൊക്കെ പോയതാണ്. പിന്നെ തട്ട് മാത്രമേ കുറച്ച് ഇതുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. മൂടിയൊക്കെ പോയി കേട്ടോ, ഓട്ട വീണു. അപ്പോൾ അത് വേവാൻ ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മൂടി ഇട്ടത്. കണ്ടോ, നല്ല ആവി ഇറക്കാൻ തുടങ്ങി. വേവാനായിട്ടൊന്നും കൊന്നു കൊഴുക്കട്ട. ഇനിയിപ്പോൾ നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അതാണ്ട് നമ്മുടെ ചൂട് പറക്കുന്ന കൊഴുക്കട്ടയില ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, അതിന് മുഴുത്തോ നോക്കി രണ്ടെണ്ണം ഞാൻ എടുത്തു. ഇനിയിപ്പോൾ നമുക്കിതേ നല്ല പശമയായിരിക്കും. നമ്മുടെ ചില റവ അതൊക്കെ കൊണ്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ പശമ ഉണ്ടാവില്ല. ഇത് മറ്റേ ഇടിയപ്പൊടി ആയതുകൊണ്ട് പശമ ഉണ്ടാവും. ഉണ്ടോ, ആ ചൂട് പറക്കാൻ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ ഊതിയിട്ട് നമുക്കൊന്ന് തിന്ന് നോക്കാം. ചൂടറിയിട്ട് വേണം അനിയത്തിയുടെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി.
വൗ. ഇത് തേങ്ങയും മധുരം മാത്രം മതി. പിന്നെ എനിക്കിപ്പം നമ്മളെ ഈ കൊഴുക്കട്ട ബെല്ലൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴും എനിക്ക് ജീരകം അതുപോലെ ഏലക്ക അങ്ങനെയൊന്നും ചേർക്കുന്ന ഇഷ്ടമല്ല. തേങ്ങയും വെല്ലവും മാത്രം ഉരുട്ടി ഉള്ളി വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതിന് നമ്മൾ സിമ്പിൾ വേഗം ഉണ്ടാക്കാൻ പറ്റും. എല്ലാം കൂടെ പെട്ടെന്ന് മിക്സ് ആക്കാം, പെട്ടെന്ന് ഉരുട്ടി അപ്പച്ചട്ടി വെച്ച ഉണ്ടയായി കൊഴുക്കട്ട എന്ന് പൊതുവെ പറയും. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോൾ കാണാം. അതുവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.